ഇന്ത്യൻ സിനിമാ ലോകം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ സിനിമാ വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ധനുഷ്, മെഗാസ്റ്റാർ മമ്മൂട്ടി, സായി പല്ലവി, ശ്രീലീല, കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്ന കോംബോ അല്ലേ ഇത്? ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും ബോക്സ് ഓഫീസിനെയും ഒരുപോലെ ഉലച്ച ആ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതെ, അമരൻ എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം രാജ്കുമാർ പിരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രം ഓം ചാപ്റ്റർ 1 ഉദിരം ദ ബ്ലഡ് വുഡ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2026 ഒക്ടോബർ 16 ദീപാവലി റിലീസായി പൂജവെപ്പ് ആഘോഷിച്ച ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. മലയാളികൾക്കും തമിഴർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പോകുന്ന ഈ ചിത്രത്തിൻ്റെ കാസ്റ്റ് ക്രൂ റിലീസ് അപ്ഡേറ്റുകൾ, ഒപ്പം ഇൻഡസ്ട്രിയിൽ പുകയുന്ന വമ്പൻ ഗോസിപ്പുകളും റൂമറുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ചിത്രത്തിൻ്റെ റിലീസ് വിവരങ്ങളിലേക്ക് കടക്കാം. 2026 ഒക്ടോബർ 16 ചിത്രം ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ഫ്രാഞ്ചൈസിയുടെ തുടക്കമാണ്. ഓം ചാപ്റ്റർ 1 ഉദിരം ദ ബ്ലഡ് വുഡ് എന്നാണ് ചിത്രത്തിൻ്റെ പൂർണ്ണമായ പേര്. ഇതിൽ ഉദിരം എന്നാൽ തമിഴിൽ രക്തം എന്നാണ് അർത്ഥം. ദി ബ്ലഡ് വുഡ് എന്ന ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് ചോര വീണ രക്തചന്ദന കാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയൊരു ഫോറസ്റ്റ് മാഫിയ പശ്ചാത്തലത്തിലുള്ള കഥയെക്കുറിച്ചോ ആണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊറ്റ സിനിമയല്ല. LCU പോലെയോ അല്ലെങ്കിൽ പ്രശാന്ത് നീൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയോ വലിയൊരു മൾട്ടി പാർട്ട് ഫ്രാഞ്ചൈസിയുടെ ആദ്യ അധ്യായമാണ് ഈ ചാപ്റ്റർ 1. പോസ്റ്ററുകളിലും ടീസർ വിഷ്വലുകളിലും കാണിച്ച റെഡ് ടോണും മഴ പെയ്യുന്ന മൂടൽ മഞ്ഞുള്ള കാടുകളും ഒരു കൾട്ട് ആക്ഷൻ അറ്റ്മോസ്ഫിയർ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ധനുഷിൻ്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഫിലിംസും ആർടേക് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ ബ്രഹ്മാണ്ഡം ചിത്രം നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ഈ സിനിമയുടെ അഭിനേതാക്കളുടെ നിരയിലേക്ക് വരാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പെർഫോമേഴ്സിൻ്റെ ഒരു കൂട്ടുകെട്ടാണ്. ധനുഷ് ചിത്രത്തിൽ ചെഴിയൻ അല്ലെങ്കിൽ തിരുക്കുമാരൻ എന്ന 2 ഷെയ്ഡുകളുള്ള അല്ലെങ്കിൽ ഡ്യുവൽ റോൾ കഥാപാത്രത്തെയാണ് ധനുഷ് അവതരിപ്പിക്കുന്നത്. കാടുകളുടെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെയും ഗ്രാമീണരുടെയും രക്ഷകനായി പോലീസിനോടും മാഫിയകളോടും ഏറ്റുമുട്ടുന്ന ഒരു റോ ആൻഡ് ഡ്രസ്റ്റിക് ആക്ഷൻ അവതാറിലാണ് ധനുഷ് എത്തുന്നത്. അസുരൻ, കർണൻ എന്ന സിനിമകൾക്ക് ശേഷം ധനുഷിൻ്റെ കരിയറിലെ ഏറ്റവും ശക്തമായ പെർഫോമൻസ് ആയിരിക്കും ഇത് എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി. മലയാളികളുടെ അഭിമാനമായ മമ്മൂക്ക ഈ ചിത്രത്തിൽ കാർത്തികേയൻ എന്ന അത്യന്തം ഗൗരവമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് മമ്മൂക്കായുടെ റോൾ എന്നതിൽ ഇപ്പോഴും വലിയ ദുരൂഹതയുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസറാണോ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണോ, അതോ പോസിറ്റീവ് നെഗറ്റീവ് കലർന്ന ഒരു ഗ്രേ ഷെയ്ഡ് ആൻറ്റി ഹീറോയാണോ എന്ന് ചർച്ചകൾ ഇൻഡസ്ട്രിയിൽ ചൂടുപിടിപ്പിക്കുകയാണ്. തമിഴകത്ത് മമ്മൂക്ക നടത്തുന്ന ഈ തിരിച്ചുവരവ് സൗത്ത് ഇന്ത്യൻ സിനിമയെ തന്നെ ഇളക്കി മറിക്കും ഉറപ്പ്. സായി പല്ലവി. തമിഴിലെ അമരൻ, ധനുഷിനൊപ്പമുള്ള മാരി 2 എന്ന വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം സായി പല്ലവി വീണ്ടും എത്തുകയാണ്. വെറും ഒരു ഗ്ലാമർ നായികയായിരിക്കില്ല സായി പല്ലവി. കാടിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ നിലപാടുള്ള ഇമോഷണൽ ഡെപ്തുള്ള ഒരു കഥാപാത്രത്തെയാണ് അവർ ചെയ്യുന്നത്. ശ്രീലീല. തെലുങ്കിലെ ഡാൻസ് ക്വീൻ ശ്രീലീലയും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. കഥയ്ക്ക് വലിയൊരു അളവിൽ കളറും മാസ് ഘടകങ്ങൾ നൽകാൻ ശ്രീലീലയുടെ സാന്നിധ്യത്തിന് സാധിക്കും. ബോളിവുഡ് ലെജൻഡ് നസറുദ്ദീൻ ഷാ, മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് എന്നിവരും ചിത്രത്തിൽ സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു വലിയ സിനിമ വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ ശക്തരായിരിക്കണം. ഓം എന്ന ചിത്രത്തിൻ്റെ ടെക്നിക്കൽ ക്രൂ ശരിക്കും ഒരു ഡ്രീം ടീം തന്നെയാണ്. സംവിധാനം, രചന രാജ്കുമാർ പിരിയസ്വാമി. ശിവകാർത്തികേയൻ്റെ അമരൻ എന്ന വമ്പൻ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം രാജ്കുമാർ പിരിയസ്വാമി ഒരുക്കുന്ന ചിത്രമാണിത്. റിയലിസ്റ്റിക്കായ ഇമോഷൻസും ഗൂസ്ബംസ് തരുന്ന ആക്ഷൻ സീക്വൻസുകളും കോർത്തിണക്കാൻ പ്രവീണനായ സംവിധായകനാണ് അദ്ദേഹം.
സംഗീതം സായി അഭിയങ്കർ. ആസക്കൂട, കച്ചീസറ, പവിഴമല്ലി എന്നീ ഇൻഡിപെൻഡന്റ് ഗാനങ്ങളിലൂടെയും സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെയും സൗത്ത് ഇന്ത്യയിലെ സംഗീത തരംഗമായി മാറിയ യുവ സംഗീത പ്രതിഭ സായി അഭിയങ്കാറാണ് സംഗീതം പകരുന്നത്. ചിത്രത്തിലെ ദി വൈൽഡ് തീം ഇതിനോടകം തന്നെ ചാർട്ട് ബസ്റ്ററായി മാറിയിട്ടുണ്ട്. ഛായാഗ്രഹണം എഴിൽ അരുസൂക്കെ. കോരവനങ്ങളുടെ വന്യതയും മഴയും ചോര ചിന്തുന്ന ആക്ഷൻ രംഗങ്ങളും തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഏഴിൽ അരശു വിഷ്വൽ മനോഹരമായ സ്ക്രീനിൽ എത്തിക്കും. എഡിറ്റിംഗ് ആർ കലൈവാണൻ. നിർമ്മാണം ശ്രദ്ധ അഗർവാൾ, ധനുഷ്, അസ്മത് ജഗ്മഗ്, സന്ദീപ് അഗർവാൾ. ഇനി നമുക്ക് ഈ സിനിമയെ ചുറ്റിപ്പറ്റി ഫിലിം നഗറുകളിലും സോഷ്യൽ മീഡിയയിലും പുകയുന്ന ചില എക്സ്ക്ലൂസീവ് ഗോസിപ്പുകളിലേക്കും റൂമറുകളിലേക്കും കടക്കാം. മമ്മൂക്കയാണോ യഥാർത്ഥ വില്ലൻ? ലഭിക്കുന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു നെഗറ്റീവ് ടോണുള്ള പവർഫുൾ കഥാപാത്രമായിട്ടാണ്. ധനുഷിൻ്റെ ചെഴിയൻ എന്ന കഥാപാത്രവും മമ്മൂട്ടിയുടെ കാർത്തികേയൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള കൊമ്പുകോർക്കലാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. പടത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു 15 മിനിറ്റ് വിക്രം വേദ മോഡൽ ഫേസ് ഓഫ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പുഷ്പ വേഴ്സസ് ഓം. സിനിമയുടെ സബ് ടൈറ്റിൽ ദ ബ്ലഡ് വുഡ് എന്നായതുകൊണ്ട് തന്നെ ഇത് രക്തചന്ദന കടത്തുമായി ബന്ധപ്പെട്ട കഥയാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിലെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് രാജ്കുമാർ പെരിയസ്വാമി ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇൻഡസ്ട്രി ടോക്ക്. കമലഹാസൻ്റെ അപ്രതീക്ഷിത കാമിയോ. രാജ്കുമാർ പെരിയസ്വാമിയുടെ മുൻ ചിത്രമായ അമരൻ നിർമ്മിച്ചത് കമലഹാസനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓം ചാപ്റ്റർ 1ൻ്റെ ക്ലൈമാക്സിൽ ഉലകനായകൻ കമലഹാസൻ്റെ ഒരു വോയിസ് ഓവറോ അല്ലെങ്കിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള കാമിയോ അപ്പിയറൻസോ ഉണ്ടായിരിക്കുമെന്ന് അത് ചാപ്റ്റർ 2ലേക്ക് വഴി തുറക്കുമെന്ന് വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ധനുഷും സായി പല്ലവിയും തമ്മിലുള്ള തർക്കം. മാരി 2ലെ റൗഡി ബേബിക്ക് ശേഷം ഇരുവരും ഒന്നിക്കുമ്പോൾ ചില കാസ്റ്റിംഗ് മുൻഗണനകളെ ചൊല്ലി ചിത്രീകരണത്തിൻ്റെ തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി ഗോസിപ്പ് കോളത്തിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സായി പല്ലവി തന്നെ ചിത്രത്തിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ പങ്കുവെക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഓം ചാപ്റ്റർ 1 ഉദിരം എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ഇത്രയും പ്രതീക്ഷ വെക്കുന്നത്? പവർ ഹൗസ് ആക്ടിംഗ്, ധനുഷിൻ്റെ റോ ആക്ടിങ്ങും മമ്മൂക്കയുടെ പ്രഭാവവും സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി. രാജ്കുമാർ പെരിയസ്വാമി ഫാക്ടർ. അമരൻ എന്ന ചിത്രത്തിലൂടെ ഇമോഷനും ആക്ഷനും എങ്ങനെ സമമായി ബാലൻസ് ചെയ്യാം എന്ന് തെളിയിച്ച സംവിധായകൻ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളിൽ നിന്നുള്ള മുൻനിര താരങ്ങളുടെ സാന്നിധ്യം. സായി അഭിയങ്കറിൻ്റെ BGM. ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടറിൻ്റെ മാസ് പശ്ചാത്തല സംഗീതം. അപ്പോൾ ഇതാണ് 2026 ഒക്ടോബർ 16 തിയേറ്ററുകളിലെ വിറപ്പിക്കാൻ വരുന്ന ഓം ചാപ്റ്റർ 1 ഉദിരം ദ ബ്ലഡ് വുഡ് എന്ന സിനിമയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ. മമ്മൂക്കയും ധനുഷും തമ്മിലുള്ള ഈ ബിഗ് സ്ക്രീൻ ക്ലാഷിനായി നിങ്ങൾ എത്രത്തോളം വെയിറ്റിംഗ് ആണ്? മമ്മൂക്ക വില്ലനാകുമോ അതോ ഹീറോ ആകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സിനിമാ ലോകത്തെ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. മറ്റൊരു കിടിലൻ സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.